തമിഴ്നാട് CPM ഘടകം കേരളത്തിലെ CPIM ഘടകത്തെ കൃത്യമായി എതിർക്കുകയാണ്. കേരളത്തിലെ CPIM ഘടകം BJPക്ക് അടിമപ്പെട്ടിരിക്കുന്നു എന്ന് അവർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായി പാർട്ടിയിൽ സ്പ്ലിറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് തമിഴ്നാട് ഘടകം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല DMKയുമായിട്ടുള്ള തമിഴ്നാട് CPIMൻ്റെ അഭേദ്യമായ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ അതേ ഇനി വഴിയായി ഉള്ളൂ. കേരളത്തിലെ CPIM കൃത്യമായി BJPയുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്ന മാതിരിയാണ് പിണറായി വിജയൻ്റെ നീക്കം. അത് തൃശ്ശൂരിലെ ഡീലിൽ മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു പൊതുധാരണയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ DMKയുടെ സഖ്യകക്ഷികളായി ഉള്ളത് കോൺഗ്രസും ഇടതുപക്ഷ മുന്നണിയിലെ പാർട്ടികളുമാണ്. എന്നാൽ നമുക്കറിയാം CPIMൻ്റെ ദേശീയ നേതൃത്വത്തിൽ, അതായത് പോളിറ്റ് ബ്യൂറോയിലായിരുന്നാലും കേന്ദ്ര കമ്മിറ്റിയിലായിരുന്നാലും കേരളത്തിലെ നേതാക്കളുടെ പ്രാതിനിധ്യമാണ് കൂടുതലായി ഉള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ CPIMന് അധികാരമില്ലാത്തതുകൊണ്ടും CPIM അവിടെ വെണ്ണീറായി പോയ സാഹചര്യവുമാണ്. തമിഴ്നാട്ടിൻ്റെ ഘടകം മാത്രമാണ് ഇപ്പോൾ CPIMൽ മറ്റ് രീതിയിൽ ശബ്ദമുയർത്തുന്ന ഘടകം. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ നിന്നാണ് CPIMന് ഏറ്റവും കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. 2 ലോക്സഭാ സീറ്റുകൾ തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ചു. കേരളത്തിലാകെ 1 ലോക്സഭാ സീറ്റ് മാത്രമേ CPIMന് ജയിക്കാൻ കഴിഞ്ഞുള്ളൂ. അത് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ്. നിലവിൽ CPIMൽ ഒരു വലിയ രീതിയിലുള്ള ചർച്ച നടക്കുകയാണ്. CPIM രണ്ടായി പിളരാനുള്ള നീക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ആ ഒരു നീക്കം വരുമ്പോൾ സ്വാഭാവികമായും അത് വലിയ രീതിയിലുള്ള ചർച്ചാ വിഷയത്തിലേക്ക് വരും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. തമിഴ്നാട് CPIM കൃത്യമായും ഒരു പ്രത്യേക ഫോർമാറ്റിലേക്ക്, ഒരു പ്രത്യേക ഫാക്ഷനിലേക്ക് മാറുകയും കേരള CPIMുമായി അകലാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വാസ്തവത്തിൽ തമിഴ്നാട് ഘടകം CPIMൽ നിന്നും അകന്നാൽ CPIMന് എല്ലാ രീതിയിലുള്ള ദേശീയ പ്രാതിനിധ്യവും നഷ്ടമാകും. നിലവിൽ 4 MPമാരിൽ 2 MPമാർ തമിഴ്നാട് ഘടകത്തിലുള്ളതാണ്. പിന്നെ കോൺഗ്രസിൻ്റെ ഔദാര്യത്തിൽ നേടിയ സിക്കാർ ലോക്സഭാ മണ്ഡലത്തിലെ MP മാത്രമാണ് CPIMൻ്റെ രാജസ്ഥാനിൽ നിന്നുള്ളത്. അതായത് കേരളത്തിലെ ഒരേ ഒരു CPIM നേതാവിൻ്റെ മാത്രം പിന്തുണ കൊണ്ട് ലോക്സഭയിൽ ഒന്നും നടക്കില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ ഈ അഹങ്കാരത്തിന് മറുപടി കൊടുക്കേണ്ടത് ഇപ്പോൾ CPIMൻ്റെ മറ്റ് സംസ്ഥാന ഘടകങ്ങളുടെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പോളിറ്റ് ബ്യൂറോയിൽ താൻ പറയുന്ന ആൾ ഇനി ജനറൽ സെക്രട്ടറി ആയാൽ മതി എന്ന രീതിയിൽ മുട്ടാത്തർക്ക ന്യായവുമായി പിണറായി വിജയൻ എത്തുകയാണ്. ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായും നശിച്ചിരിക്കുന്നു. തോന്നുന്ന രീതിക്കാണ് CPIMൽ കാര്യങ്ങൾ നടത്തുന്നത്. അതും പിണറായിയും പിണറായിയുടെ മരുമകനും പിണറായിയുടെ കുടുംബവുമാണ് CPIMൽ ഇനി ദേശീയ നേതൃത്വത്തിൽ തന്നെ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് പോലും. ഇതൊക്കെ എന്ത് രീതിയിലുള്ള സമീപനമാണ് എന്ന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട് ഘടകം കൃത്യമായി CPIMനെ സ്പ്ലിറ്റ് ആക്കേണ്ടതിൻ്റെ ആവശ്യം ഉന്നയിക്കുന്നത്. അതായത് ഇത്തവണ CPIMൻ്റെ ദേശീയ സമ്മേളനം തമിഴ്നാട്ടിൽ വെച്ച് നടക്കുമ്പോൾ 2ആയി സ്പ്ലിറ്റ് ആകാനുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കാനാണ് അവരുടെ നീക്കം.